നമസ്കാരം. പാറ്റകളുടെ സമരം വിജയിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ ഉയർത്തിയ വിഷയം തന്നെയാണ്. നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് റദ്ദ് ചെയ്തത്, മറ്റു പല പരീക്ഷകളിലും ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് പ്രതികരിക്കാൻ രാഷ്ട്രീയ മതഭേദമന്യേ സകലർക്കും തോന്നുന്ന ഒരു വികാരമുണ്ടായിരുന്നു. ആ വികാരം കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ സംഘടിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും പാറ്റകൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പിന്തുണ പോലുമില്ലാതെ ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞു. ബുദ്ധിപരമായ നീക്കത്തിലൂടെ ബംഗ്ലാദേശോ ശ്രീലങ്കയോ നേപ്പാളോ ആവർത്തിക്കാതെ പ്രതിസന്ധി പരിഹരിക്കാൻ മോദിക്ക് കഴിഞ്ഞു. ഇതിൽ ഏറ്റവും അധികം ആകുലപ്പെടുന്നത് സൈബർ സംഘികളാണ്. അവർ ആദ്യം മുതൽ ഇത് ദേശവിരുദ്ധ സമരമാണ്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, അടിച്ചമർത്തണം, എല്ലാറ്റിനെയും UAPA ചുമത്തി ജയിലിൽ അടയ്ക്കണം എന്ന നിലപാടിലായിരുന്നു. അവർ അവസാന നിമിഷം വരെ മോദി നെഞ്ചുവിരിച്ച് ഇവരെ കൈകാര്യം ചെയ്യും, ഇവരൊക്കെ കണ്ടം വഴി ഓടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മോദി ചർച്ചയ്ക്ക് വന്നു. സമരക്കാർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നു. ഒടുവിൽ മനസ്സോടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നു. ഈ തീരുമാനം സൈബർ സംഘികൾക്കുണ്ടാക്കിയ ആഘാതം ചില്ലറയായിരുന്നില്ല. അവർ ആകെ നിരാശരാണ്. കുറേയധികം ക്യാപ്സ്യൂളുകൾ ഇവർ ഇറക്കുന്നുണ്ട്. ഈ ക്യാപ്സ്യൂളുകൾ എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ജിതിൻ കെ ജേക്കബ് ഇങ്ങനെ എഴുതുന്നു: ക്യാപ്സ്യൂളുകൾക്ക് BJPയിലും ക്ഷാമമില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നും കാണാതെ ചെയ്യില്ല. പുലി പരുങ്ങുന്നത് കുതിക്കാനാണ്. ഓഗസ്റ്റ് 15 ഡൽഹിയിൽ കത്തുന്നത് തടയാനാണ്. സമരക്കാർ 3-4 പേർ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ചാവേറാക്കി നിർത്തിയിരുന്നു. ഇനിയാണ് മോദിയുടെയും അമിത്ഷായുടെയും കളികൾ. സമരക്കാരുടെ ഉദ്ദേശം നടന്നില്ല. ഈ സമരത്തിനെതിരെ ഏറ്റവും ശക്തമായി സൈബർ ഇടത്തിൽ പൊരുതിയിരുന്ന ജിതിൻ ജേക്കബ് ഇത്തരം ക്യാപ്സ്യൂളുകൾ നിരത്തിയിട്ട് ചോദിക്കുന്നു: നാണം കെട്ട് കീഴടങ്ങി, അതങ്ങ് സമ്മതിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ക്യാപ്സ്യൂളുകൾ വാരിവെതറി കൂടുതൽ പരിഹാസ്യരാകുന്നത്? ഇതാദ്യമായല്ല ദയനീയമായി കീഴടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. അന്നും ഇതുപോലുള്ള ക്യാപ്സ്യൂൾ ബഹളമായിരുന്നു. തുടർച്ചയായി 3 കലാപങ്ങൾ, എല്ലാത്തിലും ഒരേ ആളുകൾ, ഒരേ പാറ്റേൺ, എല്ലാത്തിലും ദയനീയമായ സർക്കാർ കീഴടങ്ങി. ഇതിനു മുന്നേ ഉണ്ടായ കലാപങ്ങൾക്ക് ഉത്തരവാദികളായവരെ എന്ത് ചെയ്തു? കുറച്ച് ഗുണ്ടകൾ, നിരാഹാരം, ആസാദി മുദ്രാവാക്യം, മാധ്യമ പിന്തുണ, ഇത്രയും മതി കേന്ദ്ര സർക്കാർ മുട്ടുകുത്താൻ എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലായി. സമരക്കാർ ഓഗസ്റ്റ് 15 ഡൽഹി കത്തിക്കുമെന്ന്, അത് തടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ? ചൈനയിലേതുപോലെ തിയാനൻമെൻ സ്ക്വയർ ആവർത്തിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. ചൈനയിൽ ഒരിക്കലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അവർ അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. സമരക്കാർക്ക് വിദേശ പണം കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ സർക്കാരിൻ്റെ പരാജയമാണ്. സമരക്കാർ പാകിസ്ഥാന് പിന്തുണ, ഖാലിസ്ഥാൻ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കേണ്ട ഇന്റലിജൻസ് സംവിധാനം എന്ത് ചെയ്യുകയായിരുന്നു? കലാപം തുടങ്ങി ആദ്യ 2 മണിക്കൂറിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഡൽഹി പോലീസ് പകച്ചു നിൽക്കുകയായിരുന്നു. ക്യാപ്സ്യൂൾ ഇറക്കുന്നവർ, ഡൽഹിയിൽ ഇതുവരെ ഉണ്ടായ കലാപത്തിന് ദുരിതം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൂടി ഓർക്കണം. നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ പൊതുമുതലാണ് നശിപ്പിച്ചത്. ഇതിനെല്ലാം ഉത്തരവാദികൾ കൈയും വീശി നടക്കുന്നു. ഈ കലാപത്തിൽ 150-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു. അവർക്ക് വേണ്ടി എന്ത് ക്യാപ്സ്യൂൾ ഇറക്കും? സർക്കാർ എല്ലാ തവണയും കീഴടങ്ങും എന്നും കലാപകാരികൾക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നും ഉള്ളപ്പോൾ അടുത്ത തവണ മുതൽ എന്തിനാണ് പോലീസിനെ അവിടെ നിയോഗിക്കുന്നത്? വെറുതെ തല്ലുകൊള്ളാനോ? വൈകാരിക പ്രതികരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. BJPയുടെ തന്ത്രപരമായ നീക്കമാണ്. കലാപകാരികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നവരുടെ എന്ത് മറുപടി പറയാൻ? കലാപം ഉണ്ടാകുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾ കൊണ്ടാണ്. കേരളത്തിലും ഗൾഫിലുമൊക്കെ ഇരുന്ന് ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന ഒരുത്തിനെതിരെയെങ്കിലും കേസെടുത്ത് ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെല്ലാം കണ്ട് ഒന്നും പ്രതികരിക്കാതിരിക്കും. അപ്പോഴേ സർക്കാരിൻ്റെ ദൗർബല്യം അവർ തിരിച്ചറിഞ്ഞു. മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ എത്രയോ വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധതയും തീവ്രവാദവും പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മോദി സമരവേദിയിലെത്തി നേതാക്കളുടെ കാല് പിടിക്കണം എന്ന ആവശ്യം സമരക്കാർ ഉന്നയിക്കാതിരുന്നത് ഭാഗ്യമെന്നേ ഇപ്പോൾ പറയാനുള്ളൂ. ഞാനിതിനെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായല്ല കാണുന്നത്, നരേന്ദ്രമോദിയുടെ രാജിയായി തന്നെയാണ്. ഇതിലും വലിയ വീഴ്ചയില്ല. ഇന്നലെ വരെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന വിശേഷണമുള്ളയാൾ ഒറ്റ ദിവസം കൊണ്ട് വെറും ദുർബലനായി മാറി. ഇതിൻ്റെ കോട്ടം ഇനി എല്ലാ മേഖലയിലും കാണാൻ കഴിയും. ഇനി ആരും വകവയ്ക്കില്ല. BJP ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമായിരിക്കും. ഇനിയിപ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ 500 സീറ്റ് നേടി വിജയിച്ചാലും ഇതിൻ്റെ നാണക്കേടെന്ന് വേട്ടയാടും. എത്രയൊക്കെ ക്യാപ്സ്യൂൾ ഇറക്കിയാലും അത് മാറില്ല. ഇത്തരത്തിലുള്ളൊരു വികാരമാണ് സോഷ്യൽ മീഡിയയിൽ സംഘികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അവർക്ക് എന്തോ ഒരുതരം നാണക്കേട് ഫീൽ ചെയ്യുന്നു. ന്യൂയോർക്കിലുള്ള ഒരു സംഘി, പ്രേംകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും കേരളത്തിലെയും രാജ്യത്തെയും BJP നേതാക്കൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഉപദേശം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇങ്ങനെയാണ്: നടന്നതെല്ലാം നടന്നു, ഇന്നു തൊട്ടെങ്കിലും മോദി സർക്കാർ അല്പം ചൈനയുടെ നയം സ്വീകരിക്കണം.
അപകടമണത്താൽ തുടക്കത്തിലെ നുള്ളിക്കളയുക എന്ന നയം. തുടക്കം കുറിക്കേണ്ടത് കള്ളപ്രചരണം നടത്തുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒതുക്കിക്കൊണ്ട്, അതായത് പുറം ലോകം കാണിക്കരുത്, അഥവാ പുറത്തിറങ്ങിയാൽ 6 മാസത്തിനപ്പുറം ജീവിക്കരുത്. യാതൊരു കാരണവശാലും 100 പേരിൽ കൂടുതലോ ഒരു പ്രതിഷേധ സമരമോ ധർണയോ റാലിയോ മാർച്ചോ ഇന്ത്യയിലെ ഒരു പ്രദേശത്തും നടത്താൻ അനുവദിക്കരുത്. ലക്ഷക്കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരെ ഉയർന്ന ആനുകൂല്യങ്ങൾ നൽകി നിയോഗിച്ചിരിക്കുന്നത് രാഷ്ട്ര സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ്. രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ മിലിറ്ററി പവർ ഉപയോഗിച്ച് നേരിടണം. പൊതുമുതൽ നശിപ്പിക്കാൻ തുനിയുന്നവരെ വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടാക്കണം. ഇടത്, അർബൻ, നക്സൽ, ജിഹാദ് അനുകൂല മനസ്സുള്ള ഒരുവനെ പോലും സർക്കാർ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കരുത്, ജഡ്ജിമാർ ഉൾപ്പെടെ. എന്തായാലും ഫാസിസ്റ്റ് സർക്കാർ എന്ന പേരുണ്ട്. അത് പ്രായോഗികമാക്കാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. ആർജവും ചങ്കൂറ്റവും കാട്ടി ഇനിയെങ്കിലും രാഷ്ട്ര നിലമയ്ക്കായി കടുത്ത നയങ്ങൾ കൈക്കൊണ്ടാൽ ജനപിന്തുണ വർദ്ധിക്കുകയുള്ളൂ. 2024 ഫലം പരിശോധിച്ചാൽ കാരണം അത് തന്നെയാണെന്ന് ആർക്കും മനസ്സിലാകും. മറിച്ചായാൽ 2029 ചോദ്യചിഹ്നമാവും, സംശയം വേണ്ട. നോക്കൂ, ഒരു ശരാശരി സംഘിയുടെ വേദന എത്ര ശക്തമാണെന്ന്. ജനാധിപത്യത്തെ അട്ടിമറിക്കുക, ഇനി പ്രകടനമൊന്നും ഉണ്ടാവാൻ പാടില്ല. മാധ്യമങ്ങളെ നേരിടണം, അവയിൽ അടച്ചുപൂട്ടണം, എല്ലാവരും വെടിവെച്ച് കൊല്ലണം, അങ്ങനെ സർവാധിപത്യം സ്ഥാപിക്കണം എന്നവർ പറയുന്നു. ഈ പരാജയത്തിൻ്റെ വേദന സൈബർ സംഘികൾക്ക് എത്രമാത്രം ആകുലതയുണ്ടാക്കി എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ കുറിപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരിഷ്കാരങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വിനോദ് ഇങ്ങനെ എഴുതുന്നു: സത്യമായി ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. പിന്നെ ഇവിടം വരെ എത്തിച്ചത് എന്തിനായിരുന്നു എന്നതൊരു ചോദ്യം തന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്ത തെറ്റെന്തായിരുന്നു? അതിന് ആർക്കും ഉത്തരമില്ല. പിന്നെ ചിലർക്കൊക്കെ പ്രതീക്ഷ ബാക്കിയാണ്. നല്ല എമണ്ടൻ പണി വരുന്നുണ്ട്. അവറാച്ച കോൺഗ്രസ് അല്ല BJP. കോൺഗ്രസ് ചെയ്യാത്തത് BJP ചെയ്ത് കാണിച്ചു. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പക്ഷെ ഒന്നുണ്ട് മക്കളെ, അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി ഓരോരുത്തരും ഇനി അനുഭവിക്കാൻ പോകുന്നു നിയമക്കുരുക്ക്. അത് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്. ഉണ്ണികൃഷ്ണൻ എഴുതി, എന്തൊരു ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണിത്. എന്തിനാണ് ഇങ്ങനെ ഒരു സംയുക്ത പത്രസമ്മേളനം? വിജയിച്ച വില്ലാവീരന്മാരെ പാർട്ടി നേതാക്കളും തോറ്റു തൊപ്പിയിട്ട സർക്കാരിലെ മന്ത്രിമാരും. ഈ മന്ത്രിമാർക്ക് ഉളുപ്പില്ലേ? വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച സ്ഥിതിക്ക് പാർട്ടികൾ സ്വയം പിരിഞ്ഞു പോവില്ലേ? ഇരിക്കുന്ന മന്ത്രിമാരുടെ ശരീരഭാഷ നോക്കൂ. അത്യന്തം ദയനീയമായി തോന്നുന്നത് എനിക്ക് മാത്രമാണോ? തോറ്റുകൊടുത്തിട്ടും പാർട്ടികളെ പിന്നെയും ജയിപ്പിക്കാനാണോ മന്ത്രിമാരുടെ ഇരിപ്പ്? ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇത്രയും നാണം കെട്ട ഏർപ്പാടിനെ നിൽക്കില്ലായിരുന്നു. ദിൽബേഷ് കുമാർ എത്ര സമരം ഇങ്ങനെ വഴങ്ങിക്കൊടുത്ത് തീർക്കും? തും കിത്തനെ അഫ്സൽ മരോഗെ എന്ന് അവർ മുന്നേ തന്നെ ചോദിച്ചിട്ടുണ്ട്. എത്ര അടി മോന്ത കൊണ്ട് തടുക്കാൻ കഴിയും? ഇനി ഇതോടുകൂടി എല്ലാം തീരുമോ? അതുമില്ല. ദില്ലി പോലീസ് മുതൽ ഇന്ത്യൻ നേവി വരെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ് അവർ പന്തൽ പൊളിക്കില്ല. ഒരു കാരണവശാലും അവർ ദില്ലിയിൽ എന്തെങ്കിലും പേരിലുള്ള സമരം നിർത്തില്ല. ഇനി അഥവാ വിഷയം തീർന്നാൽ എത്തനോൾ വിഷയത്തിൽ ഡ്രൈവർമാരുടെയും വേറെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് കർഷകരുടെയും സമരം വരും. ഇതിലെല്ലാം കലാപമുണ്ടാക്കാൻ ഖാലിസ്ഥാനികളും വേറെ കലാപകാരികളും നുഴഞ്ഞു കയറും എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഇല്ലാതെ ഇപ്പോൾ തന്നെ പറയാൻ ഏതൊരു സാധാരണക്കാരന് പറ്റും? അപ്പോഴൊക്കെ ഇതേ സ്ട്രാറ്റജി ഇറക്കുമോ? കലാപം ഉണ്ടാവാതിരിക്കാൻ സമരക്കാരുടെ ആവശ്യങ്ങൾ സമ്മതിച്ചു തടിയൂരുന്ന ഒരു സ്ട്രാറ്റജി കൂടെ നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്തില്ല, എതിരെ നിൽക്കുന്നവരെ പാതിന് പിന്തിരിപ്പിക്കില്ല. അടുത്ത കലാപം ഒഴിവാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയവും ലഭിക്കില്ല. ഹിമവൽ രുദ്രന്റെ ഒരു പോസ്റ്റ് കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ പാറ്റാ പാർട്ടി എന്ന ആരുടെയോ ബിനാമി പാർട്ടിയുടെ മുന്നിൽ മോദി മുട്ടുമടക്കി. ഇത് തത്വത്തിൽ അംഗീകരിക്കുകയെ നിവൃത്തിയുള്ളൂ. അതിൽ ക്യാപ്സ്യൂൾ ഇറക്കി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. 12 വർഷം ഭരിച്ചിട്ടും അഴിമതിയുടെ പേരിൽ ഒറ്റ ആരോപണമില്ലാത്ത ഒരു സർക്കാരിനെ വിറപ്പിക്കാൻ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് കഴിയാതെ വന്നപ്പോൾ വിദേശത്ത് ജനിച്ച ഒരു ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മയ്ക്കും അതിന് തന്തയാരെയെന്ന് പോലും തിരക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്ത സകല പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യൻ ജനാധിപത്യത്തിന് മറ്റൊരു സമരമാർഗം കൂടി മനസ്സിലാക്കി തന്നു. അപ്പുറത്ത് മോദിയാണേൽ ഏത് തെണ്ടിയുടെയും കൂടെയും തുണിയില്ലാതെ കിടക്കും എന്നുള്ള ബസ് സ്റ്റാൻഡ് വെടിയുടെ ഉന്മാദമായിരുന്നു ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും. അതിന് അവർക്ക് അവകാശമുണ്ട്. സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റിയില്ലേൽ ആളെ ഇറക്കി കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കാൻ മടിയില്ലാത്ത മനസ്സിന് അങ്ങനെ ആവാം. ഭീരുവിന് അമ്മയുടെ ജാരനും അച്ഛനാണ്. ജാരൻ്റെ വരവ് അത് ആഘോഷിക്കുകയും ചെയ്യും. പക്ഷെ ഉന്മാദവും ആഘോഷവും ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഗുജറാത്ത് കലാപവും അതിൻ്റെ പാപഭാരം കെട്ടിവെച്ച ആ നരാധമന്മാർ അശ്വമേധം തുടങ്ങിയിട്ട് ഇതുവരെ കുതിരയെ കെട്ടിയിട്ടില്ല. അത് ബംഗാളും മഹാരാഷ്ട്രയും എല്ലാം പിടിച്ചു മുന്നേറുമ്പോൾ പണ്ട് പറഞ്ഞ ഭ്രൂണവും ശൂലവും ഫാസിസവും എല്ലാം മറന്ന് ഒരു പാറ്റ സമരത്തിന് മുന്നിൽ ഇത്ര വേഗം കീഴടങ്ങാൻ കിഴങ്ങന്മാരാണോ ഇവർ എന്നുകൂടി ചിന്തിക്കണം. ഒന്നുകിൽ അവർ ഒരു ചതി മണക്കുന്നു, അല്ലെങ്കിൽ അവർ ചക്രവ്യൂഹം ഒരുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ പിഴവ് അവർ പരിശോധിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നിട്ട്. ഇനി പാർട്ടിക്കാണ് ബാധ്യത. അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. രാഹുലോ അഭിജിത് ദീപ്കയോ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഉയർന്നാൽ മദാമയുടെ കിളി പറക്കും. കോൺഗ്രസും ആപ്പും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അഴിമതികളെ ചോദ്യം ചെയ്യാതെ ജനത്തെ ഊഞ്ഞാലാട്ടി പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ആപ്പിനും ബദലായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി ഉണ്ടാക്കിയെടുത്ത് അവരുടെ വോട്ട് ബാങ്ക് ചോർത്താനാണോ എന്ന് സംശയിക്കണം. ഇനി അവർ ഒന്നിച്ചാണ് സംവിധാനമെങ്കിൽ എന്ത് പ്രസക്തിയാണ് പാർട്ടികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ?
അവരുടെ നിലപാടിലെ വെള്ളം എന്നും ചോദ്യം ചെയ്യപ്പെടും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയും പല അട്ടിമറികളും കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാവും. അതിനെല്ലാം ജലന്ധർ മന്ദിരത്തിൽ ഈ അഭ്യാസി ഇറക്കാനാണെങ്കിൽ യഥാർത്ഥ ജൻസി ഇറക്കാൻ അമിത്ഷായ്ക്ക് അവസരമൊരുങ്ങും. അവിടെ വെച്ച് പലിശ സഹിതം പിള്ളേർ തിരിച്ചു തരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറ്റിയ പുതിയ അടവ് ഇന്ന് അർമാദിച്ച പലരുടെയും ഇരവാദത്തിലേക്ക് മുങ്ങും. അങ്ങനെ അങ്ങ് പോവുകയാണ്. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഒന്നും സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ ജൻസിയുടെ വികാരം മനസ്സിലാക്കി മോദി സർക്കാർ താഴേക്ക് ഇറങ്ങി വന്ന് പ്രശ്നം പരിഹരിച്ചപ്പോൾ സൈബർ സംഖ്യകൾ വേദനിക്കുന്നത് സ്വാഭാവികം. അവർ കാപ്സ്യൂളുകൾ ഇറക്കട്ടെ, പൊട്ടിത്തെറിക്കട്ടെ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനയട്ടെ. പക്ഷെ മോദിയും BJPയും RSSും ഒക്കെ ജനവികാരം കേൾക്കുന്നവരാണ് എന്ന് തെളിയിച്ചതിൽ നന്ദിയുണ്ട്.